നമസ്കാരം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇവർക്ക് കളിക്കാൻ കിട്ടിയ പുതിയ ആളാണിത്. അതിന്റെ കൂടെ കുറച്ചു നേരം കളിച്ച് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. പുതിയ കാഴ്ചകൾ കാണാൻ. അതെ, 126 സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഈ അദ്ഭുത ദ്വീപിലെ കാഴ്ചകൾ ഇനിയും കാണാൻ ഒരുപാട് കിടക്കുന്നു. പച്ചപ്പ് നിറഞ്ഞ കാട്ടുവഴികളിലൂടെ സഞ്ചരിച്ച് ഞങ്ങൾ എത്തിയത് സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ജപ്പാൻകാർ ഉപയോഗിച്ച് ഉപേക്ഷിച്ചു പോയ വലിയ പീരങ്കിയുടെ മുന്നിലാണ്. കാലപ്പഴക്കത്തിൽ തുരുമ്പെടുത്ത ആ ജപ്പാൻ ആയുധത്തിന്റെ മുകളിൽ കയറി കുറച്ച് ഫോട്ടോസ് എടുത്ത് അതിനോട് ചേർന്ന ബീച്ചിലിറങ്ങി കുറച്ചു നേരം തിരകളിൽ നിന്ന് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക്. വഴിയരികിൽ 2 ചേട്ടന്മാർ തേങ്ങയിടുന്നത് കണ്ട് നിർത്തി. അവർ എല്ലാവർക്കും കരിക്കിട്ട് തന്നു. അടിപൊളി കരിക്ക്. ഇവിടുത്തെ കരിക്കിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ. അങ്ങനെ വീണ്ടും മുന്നോട്ട് വന്നപ്പോൾ മറ്റൊരു നല്ല ബീച്ച് കണ്ട് അവിടെ ഇറങ്ങി. അങ്ങ് കടലിൽ എന്തോ നങ്കൂരമിട്ടിരിക്കുന്നത് കാണാം. എന്താണെന്ന് മനസ്സിലായില്ല. വേലിയിറക്കമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ കടൽ ഉൾവലിഞ്ഞ് കല്ലുകൾ കാണാം. ഇവിടെ രണ്ടാളും ടിപ്പറിൽ മണൽ കടത്താണ്. അവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ നല്ല വെള്ള മണൽ നിറഞ്ഞ കല്ലില്ലാത്ത ബീച്ചിലെത്തി. കരിക്ക് പറിക്കാൻ മുകളിൽ കയറാൻ വയ്യാഞ്ഞ് തെങ്ങിനെ വലിച്ച് വളച്ച് അതിനു മുകളിൽ കയറിയിരിക്കുന്ന ഫെപ്സനെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ ബീച്ചിലിരുന്ന് കരിക്ക് കുടിച്ച് എൻജോയ് ചെയ്ത് തിരികെ വീട്ടിലേക്ക്.